ഋഷിയുടെ കേസിൽ അന്വേഷണം ഇതുവരെയായി? അത് ഫാസ്റ്റായിട്ട് നടക്കണം മാഡം. പറഞ്ഞല്ലോ മാഡം, അയാൾ സ്റ്റേറ്റ് വിട്ടൊന്ന് ഉറപ്പായ സ്ഥിതിക്ക് സെർച്ച് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുക. മറ്റ് സ്റ്റേറ്റുകളിലേക്ക് അന്വേഷണം വ്യാപിച്ചു എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി? അന്യ സംസ്ഥാനങ്ങളിൽ എന്ത് അന്വേഷണമാണ് പോലീസ് ഇതുവരെ നടത്തിയിട്ടുള്ളത്? എന്തെങ്കിലും ഒരു ഉത്തരം പറഞ്ഞ് ഒഴിഞ്ഞു മാറുക സാറ്. മാഡം പ്ലീസ്, ശരിയായ രീതിയിൽ അന്വേഷണം നടക്കുമ്പം മാഡത്തെ പോലുള്ളവർ സപ്പോർട്ട് ചെയ്യുക വേണ്ടത്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ആത്മവിശ്വാസം നശിപ്പിച്ചാൽ അത് അന്വേഷണത്തെ ബാധിക്കും. എല്ലാ രീതിയിലും ഈ കേസ് അന്വേഷണത്തിന് സപ്പോർട്ട് തന്നിട്ടുള്ള ആളാ ഞാൻ. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും കഷ്ടപ്പാടുകളും എനിക്കും അറിയാം. അതുപോലെ ഉത്തരവാദിത്വം MLAക്കും ഉണ്ട്. ജനങ്ങളോട് മറുപടി പറയേണ്ടതേ ഞങ്ങളാ. പോലീസ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് തോന്നിയ ജനപ്രതിനിധി ഇടപെടും. അതിനെ ആത്മവിശ്വാസം തകർക്കലായിട്ടോ ഡ്യൂട്ടി തടസ്സപ്പെടുത്തലായിട്ടോ കാണണ്ട. MLAയുടെ വാക്കുകൾ എന്തിനു മൈൻഡ് ചെയ്യണമെന്നുള്ള ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ ആ ധാരണ തിരുത്തിക്കാനും അറിയാം. മാഡം ആരെയും സംസാരിക്കണ്ട. എന്താ DYSPയുടെ ശബ്ദത്തിനൊരു ഭീഷണിയുടെ സ്വരം? വിരട്ടലൊക്കെ കയ്യിൽ വെച്ചാ മതി. ഋഷിയുടെ കേസിന് പെട്ടെന്ന് തുമ്പുണ്ടാക്കിയില്ലെങ്കിലേ ഈ കേസ് കഴിവുള്ളവർ അന്വേഷിക്കും. ഇത് വെറും വാക്കല്ല. കെവിൻ, പറയണം സാർ. നന്ദന്റെ ഭാര്യ നല്ല ചൂടിലാണല്ലോ. എന്താ സാറേ? ഋഷി എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചില്ലെങ്കിൽ കൊന്നുകളെയും തിന്നുകളെയും എന്നൊക്കെയാണല്ലോ വിരട്ടല്. കേസ് പുതിയ ആളിന് കൈമാറുന്നൊക്കെയാ തന്റെ ഭാര്യയുടെ ഭീഷണി. സാർ, ദേവിക്ക് യഥാർത്ഥ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ടാ. അല്ല, ഇതിലിപ്പോ എനിക്ക് കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല. പ്രതിയെ പിടിച്ച് നിവൃത്തിയുള്ളെന്ന് ഘട്ടം വന്നാല് ഞാൻ നന്ദനെ തൂക്കിയാകത്തിടും. സാർ, അല്ല, ഒരാളെ രക്ഷിക്കാൻ നോക്കട്ടെ, ഞാൻ അതിന് വെറുതെ പുലിവാല് പിടിക്കുന്നത്. എന്റെ ബെല്ലമോൾക്ക് വേണ്ടപ്പെട്ടവരാണെന്നുള്ള ഒറ്റ പരിഗണനയല്ല ഞാൻ ഈ റിസ്ക് എടുത്തത്. അല്ലാതെ കൊലപാതകയെ രക്ഷിച്ചോളാന്ന് വേളാങ്കണ്ണിയിൽ നേർച്ചയൊന്നുമില്ല. സാർ, എനിക്കറിയാം സാർ. തനിക്കറിയാം, പക്ഷെ തന്റെ ഭാര്യ ദേവികയ്ക്കറിയില്ലല്ലോ. ഭർത്താവ് കൊന്നു കുഴിച്ചുമൂടിയ ആളെ തോണ്ടിയിടത്ത് അടങ്ങുന്ന വാശിപ്പുറത്താ ഭാര്യ നിൽക്കുന്നത്. കെവിൻ, ഇതിപ്പോ ഞാൻ എന്തുവേണം നിർത്താൻ പറയുന്നത്? സാറേ, അത് അന്നാ നോക്ക്, നമുക്ക് വേണ്ടി റിസ്ക് എടുത്ത് കൂടെ നിൽക്കുന്ന ആളെ ഐസക് സാറ്. നമുക്ക് എന്ത് സംഭവിച്ചാലും സാരമില്ല, സാറിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. സാറിനൊരു പ്രശ്നം ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. നന്ദനെന്ത് നോക്കാന്നാ? തന്നെ കൊച്ചൊക്കെ സംസാരിക്കുന്നതല്ല. ചുമ്മാ വലിയ വയൽ അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറയുന്നതല്ലാതെ കാര്യത്തോടെ എടുക്കുമ്പം മുട്ടിടിക്കും. എടോ, താനിപ്പോൾ കൂടുതലൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. ഭാര്യ ഒന്ന് സോപ്പിട്ട് നിർത്തണം. പരാതിയുമായിട്ട് MLA DGPയുടെ അടുത്തേക്ക് പോകരുത്. അത്രയും ചെയ്തു തന്നാൽ മതി.